അതായത് ഞങ്ങൾ ഇപ്രാവശ്യം 50% സീറ്റുകൾ സ്ത്രീകൾക്കും യുവാക്കൾക്കുമായിട്ട് റിസർവ് ചെയ്യാൻ വേണ്ടി പോവുകയാണ് എന്നാണ് അദ്ദേഹത്തിൻ്റെ പ്രഖ്യാപനം. ഈ വി ഡി സതീശൻ ഉദ്ദേശിക്കുന്ന ഞങ്ങൾ ആരാണ് എന്നാണ് നമുക്ക് അറിയാൻ പാടില്ലാത്തത്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ ഞങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പാർട്ടിയെ സംബന്ധിച്ചിട്ട് പാർട്ടിയുടെ തീരുമാനങ്ങൾ പറയേണ്ട ആൾ KPCC പ്രസിഡന്റാണ്, അല്ലെങ്കിൽ KPCCയുടെ വക്താക്കന്മാരാണ്. ഇതാരുമല്ലാത്ത UDFന്റെ പാർലമെന്ററി പാർട്ടി ചെയർമാനും പ്രതിപക്ഷ നേതാവുമായിട്ടുള്ള വി ഡി സതീശൻ വന്നിട്ട് ഇതുപോലത്തെ ഒരു അഭിപ്രായം പറഞ്ഞതിലെ ഔചിത്യമില്ലായ്മയെ കോൺഗ്രസ് നേതാക്കന്മാർ തന്നെ ചോദ്യം ചെയ്തു തുടങ്ങിയിരിക്കുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കാനായിട്ട്. നമ്മൾ പല കോൺഗ്രസ് നേതാക്കന്മാരൊക്കെ ആയിട്ടൊക്കെ സംസാരിക്കുന്ന സമയത്ത് അവർ പറയുന്ന ഒരേ ഒരു കാര്യമേ ഉള്ളൂ. കാരണം ഇപ്പോൾ സതീശൻ തന്നെയാണ് പ്രതിപക്ഷ നേതാവ്, സതീശൻ തന്നെയാണ് KPCC പ്രസിഡന്റ്, സതീശൻ തന്നെയാണ് പാർട്ടി എന്നുള്ള രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. ഇതിനു മുമ്പ് നമ്മളൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്. അതായത് വി ഡി സതീശനും സുനിൽ കനകരവും കൂടെ ചേർന്ന് ഇപ്രാവശ്യം ഒരുപാട് സീറ്റുകളിൽ കച്ചവടം ഉറപ്പിച്ചു വെച്ചിട്ടുണ്ട് എന്ന്. ഈ പറഞ്ഞ സ്റ്റേറ്റ്മെന്റും ഇതും കൂടെ കൂട്ടി വായിക്കുന്ന സമയത്ത് ചില കാര്യങ്ങളൊക്കെ കേരളത്തിലെ പൊതുസമൂഹത്തിന് മനസ്സിലാകും എന്ന് തന്നെ ഞാൻ കരുതുന്നു.